എത്ര വലിയ തെറ്റു ചെയ്തവരാണെങ്കിലും ആ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു പോകാൻ, ഖബറിൽ രക്ഷപ്പെട്ടു കിട്ടാൻ, നാളെ ആഖിറത്തിൽ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ വലിയ കാവൽ ജീവിതത്തിൽ ലഭിക്കാൻ, സംരക്ഷണം കിട്ടാൻ, ദാരിദ്ര്യത്തെ തൊട്ട് അകന്നുപോകാൻ സംരക്ഷണം ലഭിക്കാൻ ഉതകുന്ന മഹത്തായൊരു സൂറത്ത്, നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എല്ലാ ദിവസവും മുടങ്ങാതെ അവിടുന്ന് പാരായണം ചെയ്തിരുന്ന മഹത്തായ സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകളും അപാകതകളും പാകപ്പിഴവുകളും ഒക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകളാണെങ്കിലും ശരി, വലിയ പ്രതിഫലമുള്ള അമലായി അല്ലാഹു കബൂലാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു മഹത്തായ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ സൂറത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നബി തങ്ങൾ എല്ലാ ദിവസവും പതിവായി ഓതുന്ന ഒരു സൂറത്ത്. അത് മാത്രവുമല്ല, ഇനി വെള്ളിയാഴ്ച ദിവസമായാലോ ഒരു പ്രത്യേക പരിഗണന നബി തങ്ങൾ ആ സൂറത്തിന് കൊടുത്തിരുന്നു. എല്ലാ ദിവസവും ഓതും രാത്രിയിൽ, എന്നാൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ടൊന്ന് പരിഗണിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ സുബഹി നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആ സൂറത്ത് ഓതൽ സുന്നത്തായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്താണ് ഈ സൂറത്ത് ഓതിയാലുള്ള നേട്ടം, എന്താണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം, ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. മഹത്തായ സൂറത്താണ് സൂറത്തു സജദ. സൂറത്തു സജദ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാന ഭാഗം നമുക്ക് ഓതാം, അത് ഒരുമിച്ച്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു സജദ നബി തങ്ങൾ എല്ലാ രാത്രിയിലും ഓതുമായിരുന്നു. അതുപോലെ വെള്ളിയാഴ്ച സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിഗണിച്ച് ഒന്നാമത്തെ റക്അത്തിൽ അത് സുന്നത്തായി ഓതാൻ സുന്നത്തായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സൂറത്തു സജദ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു മാപ്പ് ചെയ്യും. ഈ പരിശുദ്ധ ദിനരാത്രങ്ങളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണല്ലോ, നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം, നമ്മുടെ ഖൽബ് നന്നാകണം, നമുക്ക് സ്വർഗത്തിൽ കടക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഖബറിൽ രക്ഷപ്പെട്ടു കിട്ടണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അപ്പോ സൂറത്തു സജദ നിരന്തരമായി എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നവരാണ് എങ്കിൽ പേടിക്കേണ്ടതില്ല. അവരുടെ പാപങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു തരുന്നതാണ്. മുഴുവൻ അല്ലാഹു മാപ്പ് ചെയ്തു തരും. അതോടൊപ്പം തന്നെ നരകമോചിതരുടെ കൂട്ടത്തിൽ അല്ലാഹു അവരെ എഴുതും. ഞാൻ സ്ഥിരമായി ഓതുന്ന ആളാണെങ്കിൽ എന്റെ പേര് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ അല്ലാഹു എഴുതും. ഇയാൾ ഇനി നരകത്തിൽ കടക്കൂല, ആ മോചിപ്പിക്കപ്പെട്ട ആളിനി നരകത്തിലേക്ക് പോകൂല. കാരണം എന്തേ? അവൻ സൂറത്തു സജദ അല്ലെ അവള് സൂറത്തു സജദ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരാണ് എന്ന ലിസ്റ്റിൽ കയറാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് മാത്രമല്ല, ഇനി നമ്മൾ വിട പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന ഒരു രംഗം വരാനുണ്ടല്ലോ. ഖബറിൽ കിടക്കണമല്ലോ, ആ സമയത്ത് ഖബറിന്റെ അദാബിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കപ്പെടും. ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്നത് പോലെ തന്നെ സൂറത്തു സജദ നിരന്തരം പാരായണം ചെയ്യുന്നവരാണ് എങ്കിൽ അവന്റെ ഖബറിൽ, അവളുടെ ഖബറിൽ ഒരു ശിക്ഷയും ഉണ്ടാവുകയില്ല. എത്ര വലിയ തെറ്റു ചെയ്തവരാണെങ്കിലും ശരി, ആ തെറ്റിനെ മുഴുവൻ ഇത് മായ്ച്ചു കളയും, ആ തെറ്റിനെ മുഴുവൻ ഇത് പൊറുപ്പിക്കപ്പെടും. അതുപോലെ തന്നെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളുടെ ചരിത്രം ഇങ്ങനെ അദ്ദേഹം വിവരിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തൊരു മനുഷ്യൻ, ഒരുപാട് തെറ്റു ചെയ്തൊരു മനുഷ്യൻ. അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് തെറ്റുണ്ട്, പക്ഷേ സൂറത്തു സജദ എല്ലാ ദിവസവും ഓതും. സൂറത്തു സജദ എല്ലാ ദിവസവും അദ്ദേഹം പാരായണം ചെയ്യും. ആ മനുഷ്യൻ എന്ത് ചെയ്തു? സൂറത്തു സജദ പാരായണം ചെയ്ത ആൾ മരണപ്പെട്ടു. അദ്ദേഹം പതിവാക്കിയിരുന്ന ആള് അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ ഖബറിൽ, അദ്ദേഹത്തിന്റെ ഖബറിൽ കൊണ്ടുവച്ച സമയത്ത് അദ്ദേഹം ചെയ്ത ആ ഒരു തെറ്റുകളുടെ ഫലമായിട്ട് മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ വരുന്ന സമയം സൂറത്തു സജദ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഖബറിൽ നിന്നു എന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ, അദാബിന്റെ മലക്കുകളെ ഖബറിലേക്ക് അടുപ്പിക്കൂല, അദാബിന്റെ മലക്കുകളെ ഈ പരിസരത്ത് അടുപ്പിക്കൂല. ഖബറിൽ പ്രൊട്ടക്ഷൻ ആയിട്ട് സൂറത്തു സജദ ഉണ്ടാകും. നമ്മൾ നാളെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്, ഉറപ്പുള്ള സംഗതിയല്ലേ, പോയി കിടക്കുക തന്നെ വേണം, അല്ലെ? കടബാധിതരുടെ കാര്യം പറയുമ്പോൾ കടബാധിത വരുമോ ഇല്ലോ നമുക്കറിയില്ല. അല്ലെങ്കിൽ വീടില്ലാത്തവരുടെ കാര്യം പറയുമ്പോൾ വീടുള്ളവർക്കാണെങ്കിൽ അത് ബേജാറില്ല. ഇങ്ങനെ തുടങ്ങി ദുനിയാവിന്റെ വിഷയം പറയുമ്പോൾ നമുക്ക് എന്തില്ല, വലിയ ബേജാറ് ചിലപ്പോൾ തോന്നിയില്ലെങ്കിലും ഖബറി എന്നുള്ള എല്ലാവർക്കും ഉള്ളതാണ്.
എല്ലാവർക്കും വരാനുള്ളതാണ്. അപ്പൊ എന്തായാലും പോയി കിടക്കണം. ആ സമയത്ത് നമ്മുടെ അരികിലേക്ക് അദാബിന്റെ മലക്കുകൾ, നമ്മൾ ചെയ്ത തെറ്റു കാരണം അദാബിന്റെ മലക്കുകൾ വരികയാണ് എങ്കിൽ ആ മലക്കുകളെ തൊട്ട് സംരക്ഷിക്കാൻ സൂറത്തു സജദ അവരുടെ ചുറ്റുഭാഗത്തും നിൽക്കുന്നതാണ് എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സൂറത്തുൽ മുൻജിയ എന്നൊരു പേരും കൂടെ ഉണ്ട്. മുൻജിയ എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നത്, കാക്കുന്നത് എന്നാണ്. എന്തിൽ നിന്ന് കാക്കുന്നത്? എല്ലാ ശിക്ഷയിൽ നിന്നും, നരകത്തിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് കാക്കുന്നത്, സംരക്ഷിക്കുന്നതായ സൂറത്താണ് സൂറത്തു സജദ. അതുകൊണ്ടാണ് നബിതങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് പാരായണം ചെയ്യണേ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. കൽബില് ഇനി ആഖിറത്തിന്റെ വിഷയം പറഞ്ഞു. ദുനിയാവിലേക്ക് കടക്കാണ്. ദുനിയാവിലെ എന്തെങ്കിലും പ്രയാസം കൽബിലുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ടെൻഷനുകൾ കൽബിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് പുറത്തു പറയാൻ പറ്റാത്തതായിരിക്കും. ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട് നടക്കായിരിക്കും. എല്ലാ അറ്റാക്കും വന്ന് മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൽബിൽ ഇങ്ങനെ പ്രയാസം കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സൂറത്തു സജദ ഏറ്റവും വലിയ പരിഹാരം. നിങ്ങളുടെ മനപ്രയാസം എന്തോ ആയിക്കൊള്ളട്ടെ, നിഷ്പ്രയാസം അത് നീങ്ങിക്കിട്ടും. നിങ്ങളൊന്ന് ഓതി നോക്കി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ ബറക്കത്തുള്ളൊരു സൂറത്ത് കൂടിയാണ് സൂറത്തു സജദ. സൂറത്തു സജദ പാരായണം ചെയ്യുന്ന ആളെ ഇബ്ലീസ് വഴിപഴപ്പിക്കൂല കേട്ടോ. ശൈത്താൻ വഴിപഴപ്പിക്കും. നമ്മൾ എത്ര തെറ്റ് ചെയ്യാൻ നോക്കിയാലും ഇബ്ലീസിന്റെ കയ്യിൽ പിടിച്ചെന്ത് ചെയ്യും? വലിച്ചെറിയും. ഇബ്ലീസ് നമ്മളെ തെറ്റ് ചെയ്യാൻ സമ്മതിക്കൂല. സൂറത്തു സജദ സമ്മതിക്കൂല. സ്ഥിരമായി പാരായണം ചെയ്യുന്നതാണ്. നമ്മളെ ഇബ്ലീസ് ഇടങ്ങേറാക്കിയില്ല എങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടൂല. വിശുദ്ധ റമളാൻ എത്തിയ സമയത്ത് അല്ലെ, റമളാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മള് ആ സമയത്ത് തെറ്റ് ചീത്ത പറയാറില്ല, ആരുടെയും ഗീബത്തും മീബത്തും പറയാൻ പോകാറില്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഓതാൻ ശ്രമിക്കും, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. എന്തേ കാരണം? റമളാൻ എത്തിക്കഴിഞ്ഞാൽ സുഫീദത്തി ശയാത്തീൻ, നബിതങ്ങൾ പറയാണ്, ഇബ്ലീസുകളെ കെട്ടിയിടും, ശൈത്താന്മാരെ ചങ്ങലക്കിടും. ശൈത്താന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ സമയത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ നന്നാകാൻ അവസരം കൂടുതലുണ്ടല്ലോ റമളാൻ. അതുപോലെ എല്ലാ ദിവസവും നമുക്ക് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവല് കിട്ടിയാലോ, എല്ലാ ദിവസവും നമ്മളെ തൊട്ട് ഇബ്ലീസിനെ കെട്ടിയിടപ്പെട്ടാലോ സൂറത്തു സജദ പാരായണം ചെയ്യും. എല്ലാ ദിവസവും ഇബ്ലീസിൽ നിന്നുള്ള കാവല് കിട്ടും. ശൈത്താൻ ഇടങ്ങേറാക്കുകയില്ല വ്യക്തിയെ. ശൈത്താൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന് ഒരു പ്രയാസം ഉണ്ടാക്കൂല. അതുപോലെ തന്നെ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും ജീവിക്കുന്നുണ്ട്. പക്ഷെ സാധനങ്ങൾക്കൊക്കെ വില കൂടുകയാണ്, ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അല്ലേ? നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ഇനി അത് സ്ഥിരമായി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പൊ ഒരു വരുമാന മാർഗമുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്, അത് റാഹത്തായി മുന്നോട്ട് പോകുമോ എന്നറിയില്ല. സൂറത്തു സജദ പതിവാക്കിക്കോളെ. ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു അടുപ്പിക്കും. ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി ജീവിതത്തിലേക്ക് അല്ലാഹു അടുപ്പിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, മക്കളിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, മാതാപിതാക്കളിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖറിനെ തൊട്ട് കാത്തുരക്ഷിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഈ സൂറത്തുകളൊക്കെ വളരെ ചെറിയ സൂറത്താണ്, 2-3 പേജ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓതി ശീലമാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് 5 മിനിറ്റിൽ താഴെ ഉള്ളൂ ഓതി തീർക്കാൻ. അത്രയേറെ പവർഫുൾ ആയ ഒരു സൂറത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ കഴിയും. ഇനി നമുക്ക് എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ അടുത്തുള്ളവരാകട്ടെ ദൂരത്തുള്ളവരാകട്ടെ, ഏത് ശത്രുവാണെങ്കിലും ശരി, ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോകൂല. ചില ആളുകൾ ഉണ്ടാവും ശത്രുക്കളെ സിഹ്ർ ചെയ്ത് അടങ്ങിയറാക്കുന്നവർ, അല്ലെ, മാരണം ചെയ്തിട്ട് കൂടോത്രം ചെയ്തിട്ട് ശത്രുക്കളെ, നമ്മളെ ശത്രുവായി കാണുന്നവരെ എന്ത് ചെയ്യും? ഇടങ്ങേറാക്കി കളയും. അങ്ങനെയുള്ള ആളുകളൊക്കെ സൂക്ഷിക്കണം. ആക്കിബത്ത് മോശമായിട്ടല്ലാതെ മരിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളുടെ ഷെറിൽ നിന്നും നമുക്കൊരു സംരക്ഷണം വേണ്ടേ? നമ്മൾ നന്നായിട്ടായിരിക്കും ജീവിക്കുക, പക്ഷെ മറ്റുള്ളവരുടെ ഇടങ്ങേറ് കാരണം നമ്മൾ ബുദ്ധിമുട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് മക്കളുണ്ടാവും, കുടുംബം ഉണ്ടാവും, അപ്പൊ അവരൊക്കെ വഴിയാധാരമായി പോകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സൂറത്തു സജദ പതിവാക്കണം. ഏത് ഇടങ്ങേറ് പിടിച്ച ശത്രുവാണെങ്കിലും ശരി, അവന്റെ ആ ഇടങ്ങേറുകൾ മുഴുവൻ അവനിലേക്ക് തന്നെ അള്ളാഹു മടക്കും. ഒരു പ്രശ്നത്തിലും അള്ളാഹു എന്ത് ചെയ്യില്ല, പെടുത്തൂല. പ്രത്യേക സംരക്ഷണം അള്ളാഹു ആ വ്യക്തിക്ക് നൽകും. അത് മാത്രമല്ല, സ്ഥിരമായി സൂറത്തുൽ സജദ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു മുഹിബ്ബായവന്മാർ അല്ലെ, അവൾ മാറും. അള്ളാഹുവിന്റെ ഒരു സ്നേഹിതൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാകും. അല്ലേ? സൂറത്തു സജദയിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ഒരു ആയത്ത് അതിലുണ്ട്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ, ഓതുന്നതിനിടയ്ക്ക് ഒരു സുജൂദ് ചെയ്യാനുള്ള അവസരം സജദയിലുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ ഈ സൂറത്ത് സഹായിക്കുന്നതാണ്. എന്തേ ഗുണം? നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു ഏറ്റെടുക്കും. നമ്മൾ മരണപ്പെട്ടാലും അതിനുശേഷമുള്ള ജീവിതവും ആഖിറവും ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരും. അള്ളാഹുവിന്റെ അടുപ്പമുള്ള ആളാണെങ്കിൽ അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. സൂറത്തു സജദ മുടങ്ങാതെ എല്ലാ ദിവസവും ഓതുക. മഹത്വമുള്ള
സൂറത്താണ്. അതിന്റെ ഫളായിലുകൾ എത്ര പറഞ്ഞാലും തീരൂല. എത്രയോ നേട്ടങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് അത്രയും ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ എല്ലാ ദിവസവും അത് പാരായണം ചെയ്തിരുന്നത്. അള്ളാഹു ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഓതിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا وإذا ضللنا في الأرض أئنا لفي خلق جديد بل هم بلقاء ربهم كافرون. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. أفمن كان مؤمنا كمن كان فاسقا لا يستوون. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. ومن أظلم ممن ذكر بآيات ربه
ثم أعرض عنها إنا من المجرمين منتقمون ولقد آتينا موسى الكتاب فلا تكن في مرية من لقائه وجعلناه هدى لبني إسرائيل وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون إن ربك هو يفصل بينهم يوم القيامة فيما كانوا فيه يختلفون أولم يهد لهم كم أهلكنا من قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات أفلا يسمعون أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون ويقولون متى هذا الفتح إن كنتم صادقين قل يوم الفتح لا ينفع الذين كفروا إيمانهم ولا هم ينظرون فأعرض عنهم وانتظر إنهم منتظرون صدق الله العظيم وصدق وبلغ رسوله النبي الكريم അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. മൺമറഞ്ഞു പോയവരുടെ അർവാഹിലേക്ക് ഇതിന്റെ മിസിൽ സവാബ് അള്ളാഹു ചേർത്ത് കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ഇറക്കണം. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.